നമസ്കാരം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ നെഞ്ചിൽ നേരിയ അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. 79 വയസ്സുകാരിയായ സോണിയാഗാന്ധി നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ആശുപത്രി അധികൃതർ പുറത്തുവിട്ട ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം സോണിയാഗാന്ധിയുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. സോണിയാഗാന്ധി എന്തായാലും സ്റ്റേബിൾ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പെട്ടെന്ന് വഷളാകുന്ന തരത്തിലുള്ള ഗുരുതരമായ സാഹചര്യങ്ങൾ നിലവിലില്ല എന്നും ശരീരത്തിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്നുമാണ് അർത്ഥമാക്കുന്നത്. എങ്കിലും 79 വയസ്സുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ യാതൊരുവിധ വീഴ്ചയും വരുത്താതെ വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു സംഘം അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യം ഒഴിവാക്കാനായി കൃത്യമായ ഇടപെടലുകളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. അസ്വസ്ഥതകൾക്ക് കാരണമായേക്കാവുന്ന ഘടകങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഡൽഹിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിലാണ് മുൻഗണന നൽകുന്നത്. ഡൽഹിയിൽ പെട്ടെന്നുണ്ടാകുന്ന തണുപ്പും വായു മലിനീകരണവും ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകാറുണ്ട്. നേരത്തെ തന്നെ ബ്രോങ്കിയൽ ആസ്മ ഉള്ള ഒരാളായതുകൊണ്ട് ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ നെഞ്ചിൽ നേരിയ അസ്വസ്ഥതകളോ ശ്വാസതടസ്സമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാക്കും. ഇത്തവണയും സമാനമായ ഒരു സാഹചര്യമാകാം സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യപരമായി പ്രതിസന്ധി ഘട്ടത്തിൽ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ സോണിയാഗാന്ധിക്കുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഗാന്ധിയും മകൾ പ്രിയങ്ക ഗാന്ധി വധരയും ആശുപത്രിയിൽ നേരിട്ടെത്തി അവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. എന്തായാലും മാനസികമായി രോഗിക്ക് ധൈര്യം നൽകുന്നതിനാണ് ഈ സാഹചര്യത്തിൽ അവർ കൂടെയുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കത്തിൽ പഴയകാല അസുഖങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ആശുപത്രി വാസം. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിശ്രമവും കൃത്യമായ നിരീക്ഷണവും വഴി വേഗത്തിൽ സുഖം പ്രാപിക്കും എന്നുമാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി സോണിയാഗാന്ധി നേരിടുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 2026 ജനുവരിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡൽഹിയിലെ അതിശൈത്യവും വർദ്ധിച്ചു വരുന്ന വായു മലിനീകരണവും സോണിയാഗാന്ധിയുടെ ശാരീരിക അവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് ഡോക്ടർമാർ അന്ന് വിലയിരുത്തിയത്. പ്രത്യേകിച്ച് ബ്രോങ്കിയൽ ആസ്മ എന്ന അവസ്ഥ നിലവിലുള്ളതിനാൽ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും തണുപ്പും ശ്വാസനാളങ്ങളിൽ വീക്കമുണ്ടാക്കുകയും അത് ശ്വസനം പ്രയാസകരമാക്കുകയും ചെയ്യുന്നുണ്ട്. വായു നിലവാരം കുറഞ്ഞ നഗരങ്ങളിൽ താമസിക്കുമ്പോൾ ഇത്തരം രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് വഷളാകാൻ സാധ്യതയുണ്ട്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് പുറമെ ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളും സോണിയാഗാന്ധി അലട്ടുന്നുണ്ടായിരുന്നു. 2025 ജൂണിലും ഫെബ്രുവരിയിലും ഉദരസംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സ തേടിയിരുന്നു സോണിയാഗാന്ധി. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയുന്നതും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയിൽ വരുന്ന മാറ്റങ്ങളും ഇത്തരം ആവർത്തിച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. എന്തായാലും സോണിയാഗാന്ധി ഇത്രയും പ്രായമായിട്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി തുടരുന്ന വ്യക്തിയാണ്. തുടർച്ചയായ യാത്രകളും സമ്മർദ്ദമേറിയ ഔദ്യോഗിക തിരക്കുകളും ശാരീരികമായി തളർച്ചയുണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP ആയി സേവനമനുഷ്ഠിക്കുന്ന സോണിയാഗാന്ധി തന്റെ ആരോഗ്യ പരിമിതികൾക്കിടയിലും രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി വരികയായിരുന്നു. ഇപ്പോൾ നേരിടുന്ന നെഞ്ചിൽ അസ്വസ്ഥത പൂർണ്ണമായും മാറുന്നതുവരെ ആശുപത്രിയിൽ തുടരാനാണ് മെഡിക്കൽ സംഘത്തിന്റെ നിർദ്ദേശം. പരിശോധനകൾ നില മെച്ചപ്പെട്ടതായി ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ ഡിസ്ചാർജും നൽകും.